ഗംഭീരമായി. നല്ലൊരു തുകയും കിട്ടി. എന്റെ സ്വന്തം നിലയിൽ കണ്ണ് കാണാൻ പാടില്ലാത്ത അഗതികൾക്ക് വേണ്ടി ഒരു ചെറിയ സംഭാവന. താങ്ക് യു വെരി മച്ച്. സന്തോഷം. സാവിത്രി, ക്യാമ്പിൽ നാളെ മുതൽ അന്ധന്മാരെ അഡ്മിറ്റ് ചെയ്ത് തുടങ്ങുകയാണ്. എന്താ സാവിത്രി? ഹേമയെ പരിചയപ്പെടുത്താൻ അതിനെ ഞാൻ വിളിച്ചത്. മനസ്സിലായില്ലല്ലോ. അവൾ ഇവിടുത്തെ ഒരു അംഗമാണ്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുമ്പോ അറിഞ്ഞുകൊള്ളു. മോനെ, ഈ സാവിത്രി എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്ന എന്തിനാ നീ ഒന്ന് ചോദിക്കാത്ത എന്താ? അതൊക്കെ മാറിക്കൊള്ളു അമ്മേ. അമ്മേ കാപ്പി. ഇപ്പൊ കൊണ്ടുവരാം. നിങ്ങൾ ഇരിക്കും. ഹേമേ, ഞാൻ വളരെ വലിയൊരു സംരംഭത്തിൽ ഇടപെട്ടിരിക്കും. ഹേമ നല്ലൊരു പെൺകുട്ടിയാ. ഞാൻ എന്തായാലും ഈ വിവാഹം ഒന്ന് ആലോചിക്കാൻ പോവുക. അമ്മേ, ഡോക്ടർ അദ്ദേഹം കല്യാണം കഴിച്ച പെണ്ണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ? അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ എവിടെ കഴിഞ്ഞെന്നും എങ്ങനെ കഴിഞ്ഞെന്നും ഒക്കെ ആർക്കറിയാം. അങ്ങനെയുള്ള ഒരുവളെ ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല. മുരണ്ടു വീണു. ഇരിക്കൂ. വേദനയുണ്ട്. വേദനയുണ്ടോ? ബി കോംപ്ലക്സ് ക്യാപ്സൂൾസ്. മരുന്നൊഴിച്ചോ? ഇനി അടുത്ത് വരൂ. കുറവുണ്ടല്ലോ. റിപ്പീറ്റ് ദി സെയിം മെഡിസിൻ. യെസ്, നെക്സ്റ്റ്. പേര് ഗോപാൽ. വയസ്സ് 30. എത്ര ദിവസമായി വന്നിട്ട്? എങ്ങനെയുണ്ട്? എഴുതിരി. റിപ്പീറ്റ് ദി സെയിം മെഡിസിൻ. നെക്സ്റ്റ്. ഗോപാൽ. മനസ്സിലായില്ല. ഗോപാൽ, ഞാൻ മോഹൻ. ഗോപാൽ, ഗോപാൽ, മോഹൻ. അമ്മേ, 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 ഈ അമ്മ എവിടെ പോയി? അമ്മേ, ഗോപാൽ. ഗോപാലേ, ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂട്ടുകാരൻ ഗോപാൽ. ഇത് ഗോപാൽ എന്റെ അമ്മ. ഗോപാൽ ഇരിക്കൂ. അമ്മ ഇരിക്കണം. ഗോപാൽ എന്തുകൊണ്ട് ഇത്ര കാലം എന്നെ തിരക്കി വന്നില്ല? കുറെ നാൾ ആശുപത്രിയിലായിരുന്നു. കണ്ണുകൾ നഷ്ടപ്പെട്ട ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ ഉടൻ ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്നിരുന്നു? അതെ. മോഹനൻ എവിടെയോ പോയിരിക്കുകയായിരുന്നു. അമ്മ എനിക്ക് 1 രൂപ ധർമ്മം തന്നു. അയ്യോ, അന്ന് എനിക്ക് ആള് മനസ്സിലായില്ല. അമ്മയുമായി സംസാരിച്ചതിൽ നിന്ന് എനിക്ക് ആളെ മനസ്സിലായി. ഗോപാൽ, എന്റെ സഹോദരി മരിച്ചു പോയി. അതൊക്കെ മറക്കൂ ഗോപാൽ. വരൂ, അകത്തേക്ക് പോ. അമ്മേ, കുടിക്കാൻ എന്തെങ്കിലും? ശരി. സാവിത്രി, കാപ്പി തയ്യാറാക്കി. ഇതുവരെ എവിടെയായിരുന്നു ഗോപാൽ? ബാംഗ്ലൂരിൽ നേത്ര ചികിത്സാ ക്യാമ്പിന്റെ വിവരം പത്രങ്ങളിൽ നിന്നറിഞ്ഞ ചിലർ പിരിവെടുത്ത് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. മോഹനാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന വിവരം എനിക്കറിയില്ല. എന്റെ ഭാഗ്യം. എനിക്ക് അല്പ സമാധാനമായി. സാവിത്രി, എന്നെ ക്യാമ്പിലേക്ക് അയക്കരുത്. ചികിത്സ തുടങ്ങുമ്പോൾ നമുക്ക് പോവാം. ഗോപാൽ, എന്നെ ഒരു അന്യനായി കരുതാതിരിക്കുക. ഇത് സ്വന്തം വീടാണെന്ന് ധരിക്കൂ. മോഹൻ. ഗോപാൽ. സാവിത്രി, ഇത് എന്റെ സ്നേഹിതൻ ഗോപാൽ. കണ്ണിന് നല്ല സുഖമില്ല. സാവിത്രി എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവണം. ഗോപാൽ, ഞാനൊരു അത്യാവശ്യം പുറത്ത് പോയിട്ട് വരാം.
ആരാ എന്റെ അടുത്ത്? സാവിത്രി. സാവിത്രി ഏതാണ്? വേലക്കാരി. വീട് എവിടെയാണ്? പാലക്കാട്. സാവിത്രിയുടെ ശബ്ദം ഹേമലതയുടെ ശബ്ദം പോലെയുണ്ട്. സാവിത്രിക്ക് ബന്ധുക്കളാരെല്ലാം ഉണ്ട്? ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ. ആരാണ്? എന്താണ്? ഞാനാണ് ചേട്ടാ, ചേട്ടന്റെ ഹേമ. എങ്ങനെ ഹേമയുടെ കുക്കിംഗ്? വെരി ഫൈൻ. ഊണ് ഗംഭീരമായ ഹേമ. കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ. ഞാൻ മരിച്ചാലും നീ നല്ല ആഹാരം കഴിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ആലോചിക്കുകയാണ്. മോഹനെ കൊണ്ട് ഹേമയെ വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് 100 വട്ടം സമ്മതമാണ്. മോളെ, നീയും കൂടെ ഒന്ന് പറയൂ മോനെ. എന്നെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ഇവിടെ അറിയാമല്ലോ. എന്റെ സ്നേഹിതൻ ഗോപാൽ വന്നിട്ടുണ്ട്. അയാൾക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് തടസ്സമൊന്നുമില്ല. ഹേമ എണീറ്റ് പൊയ്ക്കളഞ്ഞെന്താണ്? മോഹനെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു എതിരഭിപ്രായത്തിന് ഇടയില്ല. എനിക്കത് ഹേമയിൽ നിന്ന് നേരിട്ട് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് നിനക്ക് ചോദിക്കാമല്ലോ. അതല്ലേ പറഞ്ഞത്. പോയട്ടെ മോഹൻ. ഗോ. ഹേമ എന്താണ് കരഞ്ഞത്? ഒന്നുമില്ല. ഏയ്, അത് വെറുതെ. എന്താണ് മനസ്സിലുള്ളതെന്ന് വെച്ചാൽ തുറന്നു പറയൂ. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. പക്ഷേ ഞാനൊരു പുരുഷനെ സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും ആ മനുഷ്യനെ ഞാൻ സ്നേഹിക്കുന്നു. ഇനി അങ്ങയ്ക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. ഇപ്പോൾ ഞാൻ ഹേമയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. നീ എന്തുകൊണ്ട് മോഹനോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞില്ല? പല പ്രാവശ്യം പറയാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ അമ്മ പറയാറുണ്ട്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ എങ്ങനെ കഴിഞ്ഞെന്നോ എവിടെ കഴിഞ്ഞെന്നോ അറിയാതെ എങ്ങനെ സ്വീകരിക്കാൻ ഒക്കുമെന്ന്. അതിനെതിരായി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. ഭർത്താവാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു പുരുഷനോടൊപ്പം കുറെ നാൾ കഴിഞ്ഞു എന്നല്ലേ ഞാൻ പറയേണ്ടത്? സത്യം ആരറിഞ്ഞു? ഭർത്താവാണെന്ന ധാരണയിൽ ഒരു പുരുഷനോടൊപ്പം മണിയറയിൽ കഴിഞ്ഞ് നീ കന്യകയാണെന്നും കളങ്കമറ്റവളാണെന്നും എനിക്ക് പോലും വിശ്വസിക്കാൻ സാധ്യമല്ല. എല്ലാ കാര്യങ്ങളും ചേട്ടൻ പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കും. എനിക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെ വിശ്വസിപ്പിക്കും? വിശേഷിച്ച് ഒരു സ്നേഹിതന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറുള്ള ഒരാളാണ് മോഹനൻ. എനിക്ക് നിശ്ചയമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഞാൻ അയാളെ നിർബന്ധിക്കുകയില്ല. ചേട്ടാ, ഭാഗ്യദോഷികളാണ് പെങ്ങളെ നമ്മൾ. നമുക്ക് ഇവിടെ നിന്ന് പോകാം. എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മനുഷ്യന് നീ കാരണം കളങ്കം വരരുത്. എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയാൽ ജോലി ചെയ്ത് ഞാൻ നിനക്ക് ആഹാരം തരും. കാഴ്ച തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഭിക്ഷയാചിച്ച് ഞാൻ നിന്നെ സംരക്ഷിക്കും. ചേട്ടാ,
ഗോപാൽ, മോഹൻ, സാവിത്രി ഒന്ന് അപ്പുറത്തേക്ക് പോ, ഞങ്ങളൽപ്പം സംസാരിക്കട്ടെ. ഗോപാൽ, ഗോപാലിന്റെ സഹോദരിയെ പറ്റി എന്താണ് വിചാരിക്കുന്നത്? എന്റെ സഹോദരിയെ പറ്റി അതെ, ഞാൻ എന്താണ് അമ്മ വിചാരിക്കേണ്ടത്? ഹേമലത മരിച്ചുപോയി കാണും. വയസ്സുകാലത്ത് മോഹനന്റെ ഒരു കുഞ്ഞിനെ കൂടി കണ്ടിട്ട് മരിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. ഗോപാൽ, അമ്മ എനിക്കൊരു വിവാഹം ആലോചിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഗോപാൽ പറയാം. പറയൂ ഗോപാൽ. ഈ കാര്യത്തിൽ ഉപദേശമല്ല ആവശ്യം, സ്വന്തം തീരുമാനമാണ്. ഹേമലത മരിച്ചോ ഇല്ലയോ എന്ന് നിശ്ചയമില്ല. അവൾ മരിച്ചിട്ടില്ലെന്ന് വിചാരിക്കൂ. ഇന്ന് കയറി വന്നാൽ മോഹൻ അവളെ സ്വീകരിക്കുമോ? അവൾ എവിടെ കഴിഞ്ഞെന്നും എങ്ങനെ കഴിഞ്ഞെന്നും ആർക്കറിയാം? അവൾക്ക് മാത്രമേ അറിയാവൂ. നാട്ടുകാരെന്ത് പറയുമെന്ന് നോക്കണ്ടേ? മോഹൻ ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഞാൻ എന്ത് പറയാനാണ് ഗോപാൽ? അതുകൊണ്ട് അവൾ ജീവിച്ചിരിക്കുന്നുവോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനം. അവൾ മരിച്ചിരുന്നെങ്കിൽ ഭാഗ്യവതിയായി. ജീവിച്ചിരിക്കുന്ന എന്റെ സഹോദരിയോടാണ് വിധി ഏറ്റവും വലിയ ക്രൂരത കാട്ടിയത്. മിസ്റ്റർ മോഹൻ, നിങ്ങൾ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന വിവാഹം തന്നെ കഴിക്കൂ. പക്ഷേ ഒരപേക്ഷ മാത്രം. ഇനി എന്തെങ്കിലും ഒരിക്കൽ എന്റെ സഹോദരി ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ഹൃദയം പതറരുത്. എങ്കിൽ അവിടെയായിരിക്കും നിങ്ങളുടെ പരാജയത്തിന്റെ തുടക്കം. അമ്മേ, മോഹന്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു. മോനെ മനോഹര, ചതിച്ചല്ലോടാ, ചതിച്ചു. ഇത്രയൊക്കെ ആയിട്ടും നിനക്കോ പെണ്ണില്ലല്ലോടാ തങ്കം. എന്താ മമ്മി, എന്ത് ഹേമ മരിച്ചോ? മരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. അവളെ ഒരു ഡോക്ടർ വിവാഹം കഴിക്കാൻ പോകുന്നു. നിശ്ചയം ഈ 13-ാം തീയതി. അമ്മേ, അപ്പൊ എന്നെ കൊണ്ട് വേറൊരു കല്യാണം ചെയ്യിക്കോ? എനിക്ക് സഹിക്കാൻ വയ്യമ്മേ. മനോഹര, ഉടനെ പോയി രമേശിനെ കാണാൻ ഹേമയുടെ അഡ്രസ് കൊടുക്കും. എനിക്ക് വയ്യ, രണ്ടായാലും എനിക്ക് അവളെ കിട്ടത്തില്ല. എനിക്ക് ആരെങ്കിലും കല്യാണം ചെയ്താൽ മതി. പറയുന്നത് കേക്ക്, വേഗം ചെല്ലും. വേഗം ചെല്ലും, വേഗം ചെല്ലും. ഹലോ, ഹൗ ആർ യു സുഹൃത്തുക്കളും? ഗോപുരത്തരം പറഞ്ഞാൽ ഞാൻ ചെവിക്കുറ്റി കഴിച്ചു തരും. ഹലോ, ഹൗ ആർ യു എന്നൊന്ന് പറഞ്ഞു പോയി, അതൊന്ന് ക്ഷമിക്കേ. അങ്ങനെ ചോദിക്കാൻ ഞാൻ ആരെന്ന് വിചാരിച്ചതാ? ഞാൻ അത്രക്കാരിയൊന്നല്ല, പറഞ്ഞേക്കാം. വെറും ഹൗ ആർ യു, ഹൗ ആർ യു വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്ത് പറ്റി സുഹൃത്ത്, എന്ത് പറ്റി? ഇയാൾ എന്നോട് ചീത്ത വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്നെ പിടിക്കാൻ വന്നു. എന്റെ പൊന്നു കുറുപ്പേ, വെറുതെ അടിച്ചെന്റെ ശരീരം കേടുപറ്റിക്കില്ലേ? ഞാൻ രമേശിനടുത്ത് അത്യാവശ്യമായിട്ട് കാര്യം പറയാവുന്നതാണ്. എന്താ കാര്യം പറയാൻ വന്നതാ? മുമ്പൊരിക്കൽ രമേശിന് ഹേമയുടെ അഡ്രസ് ചോദിച്ചപ്പോൾ ഞാൻ തെറ്റിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പൊ താനാണ് രമേശിനെ മധുരയിലൊക്കെ നടത്തി കഷ്ടപ്പെടുത്തിയത്. ഇയാളെ ഇടിക്കണം. നീ ആവണ രമേശൻ ഞാൻ ഹേമയുടെ ശരിക്കുള്ള അഡ്രസ് കൊണ്ട് വന്നതാണ്. അവരിപ്പോ കോയമ്പത്തൂരിലാണ്. കല്യാണം നിശ്ചയം 13-ാം തീയതിയാ. എന്തായാലും എനിക്ക് അവളില്ലെന്നാണ്. എന്താ തനിക്കെങ്കിലും ഇരുന്നോട്ടുന്ന ശരിക്കുള്ള അഡ്രസ് ആക്കി. ഗോപാൽ, ഞാൻ കണ്ണിലെ കെട്ടഴിക്കാൻ പോവുകയാണ്. മോഹൻ, എന്റെ കാഴ്ച തിരിച്ചു കിട്ടുമോ? ഈശ്വരനോട് പ്രാർത്ഥിക്കൂ ഗോപാൽ. ഗോപാൽ, ഇങ്ങോട്ട് പതുക്കെ കണ്ണു തുറക്കൂ. സ്ലോലി. അതിന്റെ കത്ത് മാറ്റി. എന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കും.
എനിക്കിപ്പോഴും എല്ലാം കാണാം. എന്റെ മോഹൻ, എന്റെ മോഹൻ. നീ അങ്ങനെ ഒന്നും പറയണ്ട. മോഹന് സഹോദരിമാരാരുമില്ല. നീയാണ് ഇന്ന് അവന്റെ സഹോദരിയുടെ സ്ഥാനത്ത്. ഇന്ന് വിവാഹ നിശ്ചയമാണ്. നീ ഉടുത്തൊരുങ്ങി സുന്ദരിയായിട്ട് നിന്ന് വേണം എല്ലാവരെയും സ്വീകരിക്കാൻ. എനിക്ക് ഈ വേഷമൊക്കെ മതിയമ്മേ. ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ? ദാ സാവിത്രി, നീ എന്താ ഇവിടെ ഞാൻ നിൽക്കുന്നത്? ഹേമ അവളുടെ അച്ഛനും വരാറായി. ദയവ് ചെയ്ത് അമ്മയെന്നെ നിർബന്ധിക്കരുത്. ഭർത്തൃസുഖം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത ഒരു ഭാഗ്യദോഷിയാണ് ഞാൻ. ഒരു മംഗളകർമ്മം നടത്തുന്ന സ്ഥലത്തേക്ക് ഞാൻ വരികയില്ല. അമ്മയുടെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ശരി, നിനക്കിഷ്ടമില്ലെങ്കിൽ നീ വരണ്ട. അമ്മേ, 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 ഗോപാലിന് കാഴ്ച കിട്ടിയമ്മേ. ഇപ്പൊ നല്ലവണ്ണം കാണാമോ മോനെ? നല്ലവണ്ണം കാണാം. എല്ലാം കൊണ്ടും എനിക്കിന്ന് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. നിങ്ങളെല്ലാം കാണുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കാണുന്നുണ്ട് അമ്മേ. അമ്മയെ കാണുമ്പോൾ എന്റെ അമ്മയെ കൂടി ഞാൻ കാണുന്നു. മോഹനെ കാണുമ്പോൾ ഹേമയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന എന്റെ സ്നേഹിതനെ കൂടി കാണുന്നു. സാവിത്രിയെ കാണുമ്പോൾ എന്റെ സഹോദരിയെ ഞാൻ കാണുന്നു. കണ്ണില്ലാതിരുന്ന് കാണുമ്പോഴേ കണ്ണിന്റെ വില അറിയാം. അമ്മേ, സാവിത്രി എടി അമ്മേ, അകത്തുള്ളു മോളെ. ശരി, അമ്മ ഇരുന്നാട്ടെ. ഗോപാൽ, സാവിത്രി, നീ എന്താ അങ്ങോട്ട് വരാത്തത്? വന്നിട്ടേറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. പിന്നെ ആ ഗോപാലിന്റെ കണ്ണിന് കാഴ്ച കിട്ടി. കാഴ്ച കിട്ടിയോ? ഹേമേ, ഞാനിപ്പോ വരാം. പ്രിയപ്പെട്ട ഹേമേ, കുറെ നാളുകളായി എന്റെ മനസ്സിൽ ഒളിച്ചു വെച്ചിരുന്ന സത്യം തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നു. നിന്റെ അച്ഛൻ ഞാനൊരു വഞ്ചകനാണെന്ന് ധരിച്ചിരിക്കുന്നു. വഞ്ചനയും കള്ളവും മാത്രം എനിക്ക് വശമില്ല. എന്റെ ഹേമയെ ഞാൻ ഒരിക്കലും വഞ്ചിക്കില്ല. എന്നോടൊപ്പം കഴിയുന്ന ഹേമലത എന്ന പെൺകുട്ടി എന്റെ ഭാര്യയല്ല. ഞാൻ അവൾ വിവാഹം കഴിച്ചിട്ടില്ല. ട്രെയിൻ അപകടത്തിൽ സംഭവിച്ച ദാരുണമായ ഒരു കഥയാണത്. അവൾ വിവാഹം കഴിച്ച ആളിന്റെ സ്ഥലം കോയമ്പത്തൂരാണെന്ന് മാത്രം എനിക്കറിയാം. അതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുത്. നിന്നെയല്ലാതെ മറ്റാരെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല. രമേശ്. രമേശ്, ഹലോ രമേശ്, കമാ. നിങ്ങൾ എന്തിനിങ്ങോട്ട് വന്നു? ഹേമയെ ഒന്ന് കാണാൻ. അപ്പോൾ എന്റെ മകളുടെ ജീവിതം നിശേഷം നശിപ്പിക്കാൻ തീർച്ചയായിരിക്കും. ഹേമയുടെ ജീവിതം ഞാൻ നശിപ്പിക്കുകയില്ല. രമേശ്, ഞാൻ ഭർത്താവാണെന്ന് തെറ്റിദ്ധരിച്ച് എന്നോടൊപ്പം കുറച്ചുനാൾ കഴിഞ്ഞുകൂടി ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ പോലും ഞാൻ കളങ്കം ചേർത്തിട്ടില്ല. അത്ര നല്ലവനാണ് ഞാൻ. അത് അഭിമാനത്തോടെ തന്നെ എനിക്ക് പറയുവാൻ കഴിയും. ആരുടെ മുമ്പിലും തലകുടി നിൽക്കേണ്ട കാര്യം എനിക്കില്ല. ഹേമ എനിക്ക് സത്യം അറിയിക്കണം. രമേശ്, നിങ്ങൾ ദയവ് തുടർന്ന് പോകണം. നിങ്ങൾ ഇനി ഹേമയെ കണ്ടാൽ അവളെ ശ്രദ്ധയാകും. അവളെ ദ്രോഹിക്കരുത്. നിങ്ങൾ പോകുന്നു. എന്താ ഇത്? രമേശ്, അച്ഛാ, രമേശിനോട് അങ്ങനെ പറയരുത്. എനിക്കെല്ലാം മനസ്സിലായി. എനിക്ക് മാപ്പ് തരൂ. എന്നെ സ്വീകരിക്കൂ. എന്താണ് കാണിക്കുന്നത്? അല്പം ക്ഷമിക്കണം അച്ഛാ. ഒരു സന്തോഷ വാർത്ത. അങ്ങയുടെ ഭാര്യ പരിശുദ്ധിയായി ജീവിച്ചിരിക്കുന്നു. എന്ത്? അതെ,
എന്റെ രമേഷിന്റെ കൂടെ അവൾ സുരക്ഷിതയായിരുന്നു. ഇതാ എവിടെ എന്റെ ഭാര്യ? എവിടെ ഹേമലത? ഇവിടെയുണ്ട് സാവിത്രി. അതെ ഡോക്ടർ, അങ്ങയുടെ ഭാര്യ സാവിത്രിയാണ്. സാവിത്രി, മരിച്ചുപോയ ഭർത്താവിനെ ജീവിപ്പിച്ചവളാണ് സാവിത്രി. ഇന്നു മുതൽ നീ സാവിത്രിയാണ്, ഹേമലതയല്ല. എന്നാലും നീ എന്റെ ഭാര്യ. ഇത്രയും നാൾ നീ എന്തിനെന്നിൽ നിന്നും മറഞ്ഞു നിന്നു? അമ്മേ, ഇതാ അമ്മയുടെ മരുമകൾ. മോളെ, മോളെ, ചേട്ടാ, എന്റെ കണ്ണുകൾ എനിക്ക് തിരിച്ചു കിട്ടിയതിന് ഇപ്പോൾ അർത്ഥമുണ്ട്. ഒരു ട്രെയിൻ അപകടം വരുത്തി വെച്ച പിന്നെ ഒരു ട്രെയിനിന്റെ അപകടം ഒരു സമൂഹത്തിന്റെ അപകടമാണ്. അത് ഭയങ്കരമാണ്. നിന്നെ ഇനി ഞാൻ എന്ത് വിളിക്കണം മോളെ? ഹേമയോ സാവിത്രിയോ? സാവിത്രി.